പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പല ആളുകളോടും പറയാറുണ്ട്. എന്നാൽ നമ്മളെ ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ പരാജയം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആ അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പല ആളുകളോടും ഷെയർ ചെയ്യാറുണ്ട്. കൂട്ടുകാരോട് പറയാറുണ്ട്, കുടുംബക്കാരോട് പറയാറുണ്ട്, ഫാമിലി ഗ്രൂപ്പിൽ പറയാറുണ്ട്, സ്കൂൾ ഗ്രൂപ്പിൽ പറയാറുണ്ട്, സമൂഹത്തിനോട് പറയാറുണ്ട്. അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. എന്നാൽ 7 കാര്യങ്ങൾ നമ്മൾ രഹസ്യമാക്കി വെക്കണം. അത് ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ പരാജയം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നാം രഹസ്യമാക്കി വെക്കേണ്ട 1ാമത്തെ കാര്യം നമ്മളുടെ സാമ്പത്തികമായ പുരോഗതിയാണ്. അത് നമ്മൾ ആരോടും പറയരുത്. അത് രഹസ്യമാക്കി വെക്കുക. അത് നമ്മൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ, മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്കുൻ, കണ്ണേറ് സത്യമാണ്. അത് സമ്പത്തിൽ തട്ടും, നമ്മളെ വീട്ടിൽ തട്ടും, നമ്മളെ ശരീരത്തിൽ തട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പുരോഗമനങ്ങൾ നമ്മൾ ഒരാളോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരോട് അത് പറഞ്ഞാൽ നമ്മൾക്കൊരു നേട്ടമില്ലല്ലോ. അതുകൊണ്ട് അത് രഹസ്യമാക്കി വെക്കുക എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം ചീത്ത സ്വപ്നങ്ങളാണ്. നമ്മൾ 2 രൂപത്തിൽ സ്വപ്നം കാണാറുണ്ട്. നല്ല പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ, ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടുകൂടെ യാത്ര ചെയ്യുന്നത്, ഹബീബായ തങ്ങളെ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ 2 രൂപത്തിൽ സ്വപ്നം കാണുകയാണെങ്കിൽ ചീത്ത സ്വപ്നം നമ്മൾ ഒരാളോടും പറയാൻ പാടില്ല. അത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് ക്ലാസ് എടുക്കുന്ന ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അർറുഇയാ മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ ഹുൽമു മിനശ് ശൈത്വാൻ, ചീത്ത സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. അത് ശൈത്താനാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. വഇദാ റഅ അഹദുക്കും ഫിൽ മനാമി മാ യുഹിബ്ബു ഫലാ യുഹദ്ദിസ്, നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങളാണെങ്കിൽ അത് ആരോടും പറയരുതേ. ഇഷ്ടപ്പെടുന്ന സ്വപ്നം തന്നെ എല്ലാവരോടും പറയാൻ പറ്റൂല എന്നാ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. നാം ഇഷ്ടപ്പെടുന്ന നല്ല സന്തോഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ തന്നെ അത് എല്ലാവരോടും പറയാൻ പാടില്ല. ഇല്ലാ മൻ യുഹിബ്ബു ഇല്ലാ നാസിയൻ ഔ ആലിമ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരോടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ മാതാപിതാക്കളാണ്, നമ്മളുടെ ഉസ്താദുമാരാണ്, നമ്മളെ ഭാര്യ, അവരോടൊക്കെ പറയാം. അല്ലാതെ എല്ലാവരോടും ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ തന്നെ പറയാൻ പാടില്ല. ഇല്ലാ നാസിയ, അതല്ലെങ്കിൽ നമ്മൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ ഉണ്ടാകും അല്ലെ? നമുക്ക് നല്ല നല്ല ഉപദേശം നൽകുന്ന ആളുകൾ ഉണ്ടാകും. നമ്മളൊരു സ്വപ്നം കണ്ടാൽ, നല്ല സന്തോഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടു, അത് നമ്മളോട് ഉപദേശിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്ന ആളുകളോട് പറയാവുന്നതാണ്. ഔ ആലിമ, അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് പറയാം, ഉസ്താദുമാരോടും പറയാവുന്നതാണ്. ബാക്കി ആരോടും നടന്ന് പറയരുതേ എന്ന് മഹാനായ നബി തങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ്, വഇദാ റഅ ഗൈറു ദാലിക മാ യക്റഹു, ഇനി നിങ്ങൾ വെറുക്കുന്ന സ്വപ്നം കണ്ടാലോ, അഥവാ ദുസ്വപ്നങ്ങള്, സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങള്, പാമ്പ് കൊത്തുന്ന സ്വപ്നങ്ങള്, നശിക്കുന്ന സ്വപ്നങ്ങൾ, കത്തി നശിക്കുന്ന ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് ആരോടും പറയരുതേ. ഫഇന്നമാ ഹിയ മിനശ് ശൈത്വാൻ, അത് പിശാചിൽ നിന്നുള്ളതാണ്. അതിങ്ങനെ എല്ലാവരോടും പറയേണ്ടതില്ല. ഫൽയസ്തഇദ് മിൻ ശർരിഹാ, ആ സമയത്ത് ഈ ദുസ്വപ്നത്തിൽ നിന്ന്, പിശാചിന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക വേണ്ടത്. അതെല്ലാവരോടും പറയാൻ പാടില്ല. വലാ യദ്കുറുഹാ ലി അഹദിൻ, അത് ഒരാളോട് നിങ്ങൾ പറയരുത്.
പറയരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരോട്, നമ്മളോട് നല്ല രൂപത്തിൽ ഉപദേശിക്കുന്ന ആളുകളോട്, പണ്ഡിതന്മാരോട് പറയാം. എന്നാൽ ദുസ്വപ്നം കണ്ട ആരോടും പറയണ്ട. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടും പറയണ്ട, ആലിമീങ്ങളോടും പറയണ്ട, അതുപോലെ തന്നെ ഉപദേശിക്കുന്നവരോടും പറയേണ്ടതില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. പേടി സ്വപ്നങ്ങൾ കണ്ടാൽ അതിനുള്ള പരിഹാരം നമുക്ക് ഉസ്താദുമാരോട് ചോദിക്കാം. മുത്തുനബി തന്നെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് കാവല് ചോദിച്ചാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. ഇടത്തോട്ട് തിരിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് 3 പ്രാവശ്യം തുപ്പിയാൽ മതി. തുപ്പലം വരാത്ത രൂപത്തിൽ. കാരണം അപ്പുറത്ത് ഭർത്താവ് അടക്കം തുപ്പിക്കഴിഞ്ഞാൽ പടന്ന കടി കിട്ടും എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ആരോടും പറയാൻ പാടില്ലാത്ത 3ാമത്തെ കാര്യം, നമ്മൾ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു ബിസിനസ് തുടങ്ങാണ്, അത് എല്ലാവരോടും നടന്ന് പറയരുത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് നന്മ ഉദ്ദേശിക്കുന്നവരോട് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരോടും പറഞ്ഞാൽ അത് പ്രശ്നമാണ്. നമ്മളൊരു വീട് നിർമ്മിക്കാണ്, അതിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് വല്ലാത്ത വഷളാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ പരസ്യമായി വെക്കേണ്ടത് പരസ്യമായി വെക്കുക, രഹസ്യമായി വെക്കേണ്ടത് രഹസ്യമായി വെക്കണം. ബിസിനസ്, കച്ചവടം, വീട് പണി, ഇതൊക്കെ നമ്മൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. അത് മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പിശാചിന്റെ ശർറ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്തഈനു അലാ ഖലാഇ ഹവാജിക്കും ബിൽ കിത്മാൻ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സഹായം ചോദിക്കുമ്പോൾ, അത് തുടങ്ങാനൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ്. എല്ലാവരോടും പറയേണ്ടതില്ല. ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്. നമുക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അസൂയക്കാരുണ്ടാകും. നമ്മളൊരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ അസൂയക്കാരുണ്ടാകും. നമ്മൾ കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അസൂയക്കാരുണ്ടാകും. ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ അസൂയക്കാരുണ്ടാകും, കൂട്ടുകാരിൽ അസൂയക്കാരുണ്ടാകും, അയൽവാസികളിൽ അസൂയക്കാരുണ്ടാകും. അപ്പൊ അത് എല്ലാവരോടും പറയേണ്ടതില്ല, അത് രഹസ്യമാക്കി വെക്കുക. 4ാമത്തെ കാര്യം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, എൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു, എൻ്റെ ഭാര്യ ബന്ധപ്പെടുന്ന സമയത്ത് സൂപ്പറാണ് എന്നൊക്കെ പറയും ചില ഭർത്താക്കന്മാർ. അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താവിന്റെ ലൈംഗിക രഹസ്യങ്ങള്, മണിയറ രഹസ്യങ്ങള് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇപ്പൊ എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുക ഭർത്താവിനെ കുറിച്ചിട്ട്, ഭർത്താവിന്റെ ലൈംഗിക ശേഷിയെ കുറിച്ചിട്ട്, ഭാര്യയുടെ ലൈംഗിക ശേഷിയെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അവന് ഏറ്റവും മോശക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളില് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരനായ ആളുകൾ ആരാണെന്നറിയോ? അർറജുലുല്ലദി യുഫ്ളി ഇലാ മർഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഭാര്യയുടെ അടുക്കലേക്ക് പോകും, ബന്ധപ്പെടും, ബന്ധപ്പെടൽ കഴിഞ്ഞാൽ ഭാര്യയുടെ രഹസ്യങ്ങള് എല്ലാവരോടും പറയാ, വാട്സപ്പ് ഗ്രൂപ്പില് കൂട്ടുകാരോടൊക്കെ പറയാ. ഇവനാണ് ഏറ്റവും വലിയ മോശക്കാരൻ. അതുപോലെ തന്നെയാണ് ഭാര്യയുടെയും അവസ്ഥ. ഭർത്താവുമായി ബന്ധപ്പെടും, എന്നിട്ട് അതൊക്കെ കൂട്ടുകാരത്തികളോട് പറയാ, അവളാണ് ഏറ്റവും വലിയ മോശക്കാർ. ഖിയാമത്ത് നാളിൽ നിന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ 5ാമത്തെ കാര്യം, നമ്മുടെ ദൗർബല്യങ്ങള്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് ന്യൂനതകൾ നമ്മളിൽ ഉണ്ടാകും. ആ ന്യൂനതകളൊന്നും മറ്റുള്ളവരോട്, കൂട്ടുകാരോടടക്കം നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വഷളാക്കും, അവർ നമ്മളെ കളിയാക്കും. നമ്മളെപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുക. എല്ലാം അറിയുന്ന രൂപത്തിൽ, ഒരാളുടെ മുന്നിലും തരം തായാത്ത രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിന്റെ അർത്ഥം അഹങ്കരിക്കണം, കിബിർ നടിക്കണം എന്നല്ല. അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മളുടെ ഇങ്ങനെയുള്ള ന്യൂനതകളൊക്കെ എല്ലാ ആളുകളോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പരിഹസിക്കും, അവർ നമ്മളെ മൈൻഡ് ചെയ്യൂല. അതുകൊണ്ട് അത് ചില ദൗർബല്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ഹെദർ അദുവക മർറത്തൻ, നിന്റെ ശത്രുവിനെ നീ ഒരു പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി. എന്നാൽ വഹദർ സ്വദീഖക അൽഫ മർറ, നിന്റെ കൂട്ടുകാരൻ നീ 1000 പ്രാവശ്യം സൂക്ഷിക്കണം. അല്ലെ, ശരിയല്ലേ? നമ്മളെ ശത്രുവിനെ നമ്മൾ ഒരു പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി. പക്ഷെ നമ്മളെ കൂട്ടുകാരനെ നമ്മൾ 1000 പ്രാവശ്യം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞിട്ടുണ്ടാവും, എല്ലാ രഹസ്യങ്ങളും അവനോട് പറയും. പിന്നെ അവനും നീയും പിണങ്ങിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ രഹസ്യങ്ങളും അവൻ പരസ്യപ്പെടുത്തും, എല്ലാവരോടും പറയും, വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ചയാകും. അതുകൊണ്ട് കൂട്ടുകാരനെ 1000 വട്ടം സൂക്ഷിക്കണമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്.
ആറാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന നന്മകൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ആരോടും പറയണ്ട. ഞാൻ അവനക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു, ഞാനാണ് അവനക്ക് ക്യാഷ് കൊടുക്കുന്നത്, അവനക്ക് ചെലവിന് ക്യാഷ് ഞാനാണ് കൊടുക്കുന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, റമദാനിൽ ഇത്ര റിലീഫ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാ. അങ്ങനെയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ രഹസ്യമാക്കി വെക്കണം എന്നാണ്. പരസ്യമാക്കുന്നതിനേക്കാൾ നല്ലത് രഹസ്യമാക്കി വെക്കലാണ്. അവനിക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്ത നന്മകൾ എടുത്ത് പറയാതിരിക്കുക. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാ, ഞാൻ ളുഹ നിസ്കരിക്കുന്നവനാ, ഞാൻ 30 ഖത്തം തീർത്തിട്ടുണ്ട്, ഞാൻ വിത്ർ നിസ്കരിക്കുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പറയാ. ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏഴാമത്തെ കാര്യം, ഇത് പ്രത്യേകം ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ സൗന്ദര്യ പിണക്കങ്ങളുണ്ടല്ലോ, അത് വലിയൊരു വിഷയം.